ഹലോ. പിന്നെ ഉണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയണമെന്ന് വിചാരിച്ച് ഈ ഫൈബ്രോമയാൾജിയും ഡിപ്രഷനും രണ്ടും ക്ലോസ് റിലേഷനിൽപ്പെട്ട ആൾക്കാരാട്ടോ. ഓലെ തെറ്റിദ്ധരിക്കേണ്ട. സ്ട്രെസ്സ് കൂടുതലുള്ള ആൾക്കാരിലാണ് ഈ ഫൈബ്രോമയാൾജിയ കൂടുതലായിട്ട് കണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 10 വർഷം മുമ്പ് കഴുത്തിന് വല്ലാത്തൊരു വേദന വരും. അപ്പോൾ കഴുത്തിൽ തിരിക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഉഴിച്ചിൽ നടത്തുമല്ലോ. അപ്പോൾ കഴുത്തിന് നന്നായിട്ടൊന്ന് ഉഴിഞ്ഞൊക്കെ തരും. പക്ഷേ എനിക്ക് അസഹനീയമായ വേദനയായിരിക്കും. ഉളുക്കലായിട്ട് മാറിയില്ല. പിന്നെ ഇതൊരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നോർമലായിട്ട് ഇങ്ങനെ ആയി വരും. അപ്പോൾ അവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ പില്ലോസിൻ്റെ എന്തോ ഒരു പ്രശ്നം കൊണ്ടാണോ അറിയില്ല, ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഇത് വീണ്ടും ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, പിന്നെ ആരോ വിളിച്ചിനോന്ന് വെച്ച് ഇങ്ങോട്ട് തന്നെ വരും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് പിന്നെ കൈമലേക്ക് വരാൻ തുടങ്ങി വേദന. അപ്പോൾ പിന്നെയും നമ്മൾ നല്ല പ്രശസ്തമായ ഉഴിച്ചിലാരടുത്തേക്കാണല്ലോ പോവുക. അപ്പോൾ ഉഴിച്ചിലാർ പറഞ്ഞ് ഇത് നല്ലോണം ഒരു മാസത്തോളം നല്ലോണം റെസ്റ്റ് എടുത്ത് ഉയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ ആയി. ചെറിയ മക്കളൊക്കെ ഉള്ള 10-28 വയസ്സ് പ്രായമുള്ളപ്പോൾ അല്ലേ, 27-26 ആണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന നേരം പിന്നെ അങ്ങനെയൊക്കെ ഒഴിഞ്ഞു. അങ്ങനെ പിന്നെ ആദ്യം ഓർത്തോ കാണിച്ചപ്പോൾ ഒന്നിനും ഒരു കുഴപ്പമില്ല. പിന്നെ രണ്ടാമത് ന്യൂറോ കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ഏത് പെണ്ണിനോട് ചോദിച്ചാലും വേദന എന്നാണ് പറയുക. അപ്പോൾ വേദന ഇല്ലാത്തൊരു പെണ്ണുങ്ങളും ഉണ്ടാവില്ല അവിടെ വേദന. എനിക്കത് വല്ലാത്തൊരു വിഷമമായിപ്പോയൊരവസ്ഥ. ആളെ പേരൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഒരു ഫേമസ് ന്യൂറോളജിസ്റ്റാണ് അയാൾ. അപ്പോൾ ഡോക്ടേഴ്സ് ഇങ്ങനെ ബിഹേവ് ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ട് സങ്കടമായിപ്പോയിക്കന്ന്. അതായത് നമ്മളൊക്കെ ഇപ്പോൾ കാണിക്കാൻ പോവുകയാണെങ്കിൽ നമ്മളെ ഹസ്ബൻഡിനോട് വേദനയാണ് ഒരു 15 ദിവസം മുമ്പ് നമ്മൾ അപേക്ഷ നൽകണം. എന്നിട്ട് ആ അപേക്ഷ സാങ്ഷനായി വന്നതിന് ശേഷമാണ് നമ്മൾ കാണിക്കാൻ പോവുക. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഓരിങ്ങനെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളൊരു സ്ഥിതി എന്തായിരിക്കും? തകർന്നു പോവില്ലേ? അങ്ങനെ അവിടെ ചെന്ന് തകർന്ന് തിരിച്ചു പോരുമ്പോൾ എന്തോ ഭാഗ്യത്തിന് എന്നോട് പറഞ്ഞ് സാരമില്ല, എൻ്റെ വേദനയ്ക്ക് മനസ്സിലാവും, പിന്നെ ഡോക്ടർക്ക് മനസ്സിലാവില്ലല്ലോ, നമുക്കിനി എന്തെങ്കിലും ചെയ്തു നോക്കാമെന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷം ഞാൻ പൂർണ്ണമായിട്ടും ആയുർവേദത്തിലേക്ക് അങ്ങ് പോയതാണ്. എനിക്ക് പിന്നെ അലോപ്പതി ഡോക്ടേഴ്സിനോടൊരു വെറുപ്പായി മാറിയിട്ട് ആരും ഒരു അസുഖവും കാണുന്നില്ല എന്നാണ് പറയുന്നത്. ആ ഇടയ്ക്ക് അപ്പോൾ ഈ ആയുർവേദ ഡോക്ടറെ ഞങ്ങളിങ്ങനെ കാണിച്ചു അവിടെ പോയി ഒഴിച്ചിൽ കഴിഞ്ഞ് വരും. വീട്ടിലെത്തുമ്പോൾ ഞാൻ വീണ്ടും പഴയ പോണാവും. പിന്നെ ഈ കയ്യിൽ നിന്ന് ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് ചോറ് ചോറ് വെക്കുകയില്ലേ, അങ്ങനെ വെക്കുന്ന കലം എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി ചോറും എല്ലാം കൂടി നിലത്തേക്ക് പോയി. ചോറ് തിന്നാൻ വന്നവർക്കൊന്നും അന്ന് ചോറില്ലായിരുന്നു. അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഒരുപാട് വന്നിക്ക്. അങ്ങനെ കയ്യിൽ നിന്നെല്ലാം വീണ് പോകുന്നത്. പിന്നെ അങ്ങനെയായ ഒരു ദിവസം പിന്നെ ഈ ഒഴിച്ചിൽ ചെയ്യുന്ന അയാളോട് വേദന എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ആ വേദനയൊക്കെ ഉണ്ടാവുന്ന. പിന്നെ നോക്കുന്നേരം കാൽമേൽക്ക് ഇറങ്ങുന്നുണ്ട്, ഊരക്ക് വേദന ഉണ്ട്. പിന്നെ മെല്ലെ മെല്ലെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ഓരോരോ നീർക്കെട്ട് രൂപപ്പെടലൊടി. അപ്പോഴാണ് ശരിക്കും പ്രശ്നം തുടങ്ങുന്നത്. അപ്പോഴേക്കും ഒരു 4-5 6 വർഷത്തോളം ആക്കി കേട്ടോ.